bring out the growth of cabinet system in Britain. ബ്രിട്ടനിലെ ക്യാബിനറ്റ് സിസ്റ്റത്തിൻ്റെ വളർച്ച. The cabinet is the most powerful political organ. ഇപ്പോൾ എന്താണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനാണ്. ദ മൊണാർക്ക് വാസ് അബ്സല്യൂട്ട് ഇൻ ബ്രിട്ടൻ. ഇപ്പോൾ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പരമാധികാരി എന്ന് പറയുന്നത് ആരാണ്? മൊണാർക്കാണ്. ഇൻ കോഴ്സ് ഓഫ് ടൈം ദ ക്യാബിനറ്റ് ബിക്കെയിം പവർഫുൾ പൊളിറ്റിക്കൽ ഓർഗൻ. അപ്പോൾ അന്ന് ആദ്യ കാലഘട്ടത്തിൽ എന്താ മൊണാർക്ക് അവിടുത്തെ അബ്സല്യൂട്ട് പവർ ആയിരുന്നുവെങ്കിൽ കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ക്യാബിനറ്റ് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും പവർഫുൾ ആയ ഒരു പൊളിറ്റിക്കൽ ഓർഗനായിട്ട് മാറുന്നു. ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാബിനറ്റ് ഇൻ ബ്രിട്ടൻ ഹാസ് എ ഹിസ്റ്ററി ബിഹൈൻഡ് ഇറ്റ്. അപ്പം ബ്രിട്ടനിലെ ക്യാബിനറ്റ് സിസ്റ്റം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ വളർച്ചയുടെ പിന്നിൽ എന്താണ്? ഒരു ചരിത്രമുണ്ട്. അതായത് ദ ക്യാബിനറ്റ് ഓഫ് ബ്രിട്ടൻ വാസ് നോട്ട് നോൺ ടു ലോ. അപ്പം നിയമത്തിൻ്റെ പേരിലല്ല എന്തറിയപ്പെടുന്നത്? ബ്രിട്ടീഷ് ക്യാബിനറ്റ് സിസ്റ്റം അറിയപ്പെടുന്നത് ദ കസ്റ്റംസ് ആൻഡ് കൺവെൻഷൻസ് ക്രിയേറ്റഡ് ദ ക്യാബിനറ്റ് ആൻഡ് ഇറ്റ് ഈസ് അലൗഡ് ടു കണ്ടിന്യൂ. അപ്പോൾ അവിടെ ബ്രിട്ടനിലുണ്ടായിരുന്ന ആചാര അനുഷ്ഠാനങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടനിലെ ക്യാബിനറ്റ് സിസ്റ്റം രൂപീകരിക്കുന്നതിനും അവയുടെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? സഹായിക്കുക ചെയ്തു. സോ ദർ ഈസ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാബിനറ്റ് ആൻഡ് പ്രിവി കൗൺസിൽ. ഇപ്പോൾ പ്രിവി കൗൺസിലും ക്യാബിനറ്റും തമ്മിലുള്ള ഒരു വേർതിരിവ് ബ്രിട്ടനിലുണ്ടായിരുന്നു. ദ പ്രിവി കൗൺസിൽ വാസ് ദ ക്യാബിനറ്റ് ഓർ ഇൻ അതർ വേർഡ്സ് ദ ക്യാബിനറ്റ് ടുക്ക് ഇറ്റ്സ് മോഡേൺ ഷേപ്പ് ഫ്രം ദ പ്രിവി കൗൺസിൽ. അപ്പോൾ പ്രിവി കൗൺസിൽ ആണ് എന്തെന്ന് പറഞ്ഞിരുന്നത്? ക്യാബിനറ്റ്. അല്ലെങ്കിൽ മറ്റു രീതി നമ്മൾ പറയുകയാണെങ്കിൽ ഈ പ്രിവി കൗൺസിലിൽ നിന്നും ഒരു മോഡേൺ രൂപത്തിലേക്ക് മാറിയതാണ് എന്ന് പറയാം ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ദ പ്രിവി കൗൺസിൽ ഈസ് എ ലാർജ് ബോഡി ആൻഡ് ഇറ്റ്സ് മീറ്റിംഗ്സ് ആർ ഹെൽഡ് ഓൺ സ്പെഷ്യൽ ഒക്കേഷൻസ് ലൈക്ക് കൊറോണേഷൻ സെറമണി ഓഫ് ദി കിങ്. അപ്പോൾ ഈ പ്രിവി കൗൺസിൽ എന്ന് പറയപ്പെടുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണത് ഒരു ലാർജ് സമിതിയായിരുന്നു. ചില സ്പെഷ്യൽ സാഹചര്യങ്ങൾ, ഇപ്പോൾ രാജാവിൻ്റെ കൊറോണേഷൻ സെറമണി, രാജാവ് അധികാരം സ്വീകരിക്കുന്ന ആ ഒരു ചടങ്ങൊക്കെ എന്ത് ചെയ്യാൻ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് അസംബ്ലി ചെയ്തിരുന്നത്. ഈ പ്രിവി കൗൺസിൽ അസംബ്ലി ചെയ്തിരുന്നത്. ദ ക്യാബിനറ്റ് ഡിറൈവ്ഡ് ഫ്രം ദ പ്രിവി കൗൺസിൽ ഈസ് എ സ്മാൾ ബോഡി വിച്ച് മീറ്റ്സ് റെഗുലർലി. അപ്പോൾ ആ പ്രിവി കൗൺസിലിൽ നിന്ന് രൂപം കൊണ്ട ഒരു ചെറിയ ബോഡിയാണ് എന്താ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നു? റെഗുലറായിട്ട് അതിൻ്റെ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദ ആംഗ്ലോ സാക്സൺ റെജീം എസ്റ്റാബ്ലിഷ്ഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മൊണാർക്ക്. The Anglo-Saxon regime established the institution of monarchy. അതായത് ആംഗ്ലോ സാക്സൺ പീരീഡിലാണ് എന്താ ഈ മൊണാർക്കി എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദ മൊണാർക്ക് ബിഗാൻ ടു അപ്പോയിൻറ്റ് എ ബോഡി ഓഫ് വൈസ് മെൻ. അപ്പോൾ ഈ മൊണാർക്ക് എന്ത് ചെയ്തിരുന്നു? ഒരു കൂട്ടം ആളുകളെ, അവിടുത്തെ ബുദ്ധിമാന്മാരായ ഒരു കൂട്ടം ആളുകളെ എന്ത് ചെയ്തിരുന്നു? ഭരണകാര്യങ്ങൾ നോക്കുവാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരുന്നു. ഡ്യൂറിങ് ദ നോമൻ റൂൾ the king's advisory body was known as Curia Regis or King's Council. അതായത് നോമൻ റൂളിൻ്റെ ഭരണാധികാര കാലഘട്ടത്തിൽ രാജാവിൻ്റെ ഒരു അഡ്വൈസറി ബോഡി ഉണ്ടായിരുന്നു. ഈ അഡ്വൈസറി ബോഡി അറിയപ്പെട്ടിരുന്നത് ക്യൂരിയ റിഗിസ് അല്ലെങ്കിൽ കിങ്സ് കൗൺസിൽ എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെട്ടിരുന്നത്. ഇറ്റ് അഡ്വൈസ് ദ കിങ് ഓൺ ആൾ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്. അത് എന്ത് ചെയ്യുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഈ സമിതി ആരെ ഉപദേശിച്ചിരുന്നു? രാജാവിന് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകിയിരുന്നു. ലേറ്റർ ദ നെയിം ഓഫ് ദ കൗൺസിൽ വാസ് ചേഞ്ച്ഡ് ഇൻ ടു മാഗ്നം കൗൺസീലിയം. പിന്നീട് എന്ത് ചെയ്തു? ഈ ക്യൂരിയ റിഗിസ് എന്ന പേര് മാറി അവിടെ എന്താ മാഗ്നം കൗൺസീലിയം എന്ന പേരിൽ ഈ ഒരു ബോഡി എന്ത് ചെയ്യാൻ തുടങ്ങി? അറിയപ്പെടാനായിട്ട് തുടങ്ങി. എഡ്വേർഡ് ഫോർത്ത് ദ കിങ് ഓഫ് ബ്രിട്ടൻ ചേഞ്ച് ദ നെയിം ഓഫ് കിങ്സ് കൗൺസിൽ ഇൻ ടു പ്രിവി കൗൺസിൽ. പിന്നീട് അധികാരത്തിൽ വന്ന എഡ്വേർഡ് നാലാമൻ എന്ന രാജാവായിരുന്നു എന്താണ് ഈ കിങ്സ് കൗൺസിൽ അല്ലെങ്കിൽ ഈ മാഗ്നം കൗൺസീലിയം എന്ന പേര് മാറ്റി അവിടെ എന്താണ് അവയ്ക്ക് അതിൻ്റെ പ്രിവി കൗൺസിൽ എന്ന് പറയുന്ന പേര് എന്ത് ചെയ്ത് കൊണ്ടുവന്നത്. സോ ഹി അപ്പോയിൻറ്റഡ് എ സ്മാൾ ബോഡി ആൻഡ് ദാറ്റ് ബോഡി ബിക്കെയിം ഫെമിലിയർ വിത്ത് ചാൾസ് സെക്കൻഡ് ദ സ്റ്റുവർട്ട് കെയിം ഹു ചേഞ്ച്ഡ് ദ നെയിം ഓഫ് കൗൺസിൽ ഇൻ ടു കേബിൾ ആൻഡ് ദ ക്യാബിനറ്റ്. അപ്പോൾ ഈ എഡ്വേർഡ് ഫോർത്താണ് എന്ത് ചെയ്യുന്നത്? ഒരു ചെറിയ ബോഡിയെ എന്ത് ചെയ്യുന്നത്? അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആ ബോഡി എന്ത് ചെയ്തു? ചാൾസ് സെക്കൻഡിൻ്റെ കാലഘട്ടത്തിലും എന്താ വളരെ പ്രശസ്തമായിട്ട് തന്നെ അവിടെ എന്ത് ചെയ്തിരുന്നു? നിലനിർത്തിയിരുന്നു. പിന്നീട് അധികാരത്തിൽ വന്ന സ്റ്റുവർട്ട്, ബ്രിട്ടനിലെ രാജാവായ സ്റ്റുവർട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഈ
ബോഡിയുടെ പേര് മാറ്റിക്കൊണ്ട് കേബിൾ അല്ലെങ്കിൽ ക്യാബിനറ്റ് എന്ന പേരിലേക്ക് എന്ത് ചെയ്തു ഇത് മാറ്റിയെടുക്കേണ്ടായി. ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കത്തേ ഉള്ളൂ. Thus the cabinet is a small body derived from the Privy Council. അങ്ങനെ പ്രിവി കൗൺസിൽ നിന്നും എന്താ രൂപം കൊണ്ട ഒരു ബോഡിയാണ് ഏതാ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. The cabinet at that time was not a cabinet in its real sense. അപ്പോൾ അന്നത്തെ കാലത്ത് അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു സമിതി അല്ലായിരുന്നു എന്താ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് സെറ്റ് ദ ട്രഡീഷൻസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ക്യാബിനറ്റ്. അപ്പോൾ അന്ന് ഈ പ്രിവി കൗൺസിലിൽ നിന്നുണ്ടായ ക്യാബിനറ്റ് ആണ് എന്താ ബ്രിട്ടനിൽ ഈ ക്യാബിനറ്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നതിന് ഉണ്ടാകുന്നതിന് കാരണമായത്. സെവറൽ ഫീച്ചേഴ്സ് ഓഫ് ദി ക്യാബിനറ്റ് ഡെവലപ്ഡ് ത്രൂ സെവറൽ ഒക്കേഷൻസ്. ഈ പല ഘട്ടങ്ങളിലുമുണ്ടായ ഈ ക്യാബിനറ്റിന് എന്താ പല പ്രത്യേകതകളുള്ളതായിട്ട് പറയാം. സോ ദ മെമ്പേഴ്സ് ഓഫ് ദി ക്യാബിനറ്റ് began to commit mistakes which paved the way for the ministerial responsibility. ഈ ക്യാബിനറ്റിലെ അംഗങ്ങൾ എന്ത് ചെയ്തിരുന്നു, അന്ന് പല തെറ്റുകളും അവരെന്താ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ തെറ്റുകൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തത്, മന്ത്രിമാരുടെ ഉത്തരവാദിത്തങ്ങൾ അവിടെ കൂടുന്നതിന് കാരണമായി. ദ ഗ്ലോറിയസ് റവല്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് പോപ്പുലർ സോവറിറ്റി. അപ്പോൾ ബ്രിട്ടനിൽ ജനകീയ പരമാധികാരം വരുന്നത് ഗ്ലോറിയസ് റവല്യൂഷനോട് കൂടിയായിരുന്നു. ദി ക്യാബിനറ്റ് ബിക്കെയിം എ റിയലൈസേഷൻ ഓഫ് ദി കൺസെപ്റ്റ് ഓഫ് പോപ്പുലർ സോവറിറ്റി. ശരിക്കും ക്യാബിനറ്റ് അവിടെ എന്താണ് സാക്ഷാത്കരിക്കപ്പെട്ടത് ഈ പോപ്പുലർ സോവറിറ്റി നടപ്പിലാക്കിയത് വഴി ആയിരുന്നു. When William III ascended to the throne, the cabinet was constituted with the members of two political parties, Whigs and Tories. Whigs and Tories were the critics of the king. അപ്പോൾ എന്ത് ചെയ്തു, ഈ ക്യാബിനറ്റ് നമ്മൾ പറഞ്ഞ് പോപ്പുലർ സോവറിറ്റിയുടെ ഒരു റിയലൈസേഷൻ ആയിരുന്നു ക്യാബിനറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം വില്യം III അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ക്യാബിനറ്റ് ഉണ്ടാക്കി. അവിടുത്തെ അന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിരുന്നു വിഗ്സും ടോറിസും. അവർ ഈ രാജാവിൻ്റെ വിമർശകരായിരുന്നു. അപ്പോൾ അതിലെ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു ക്യാബിനറ്റ് വില്യം III എന്ത് ചെയ്തത് രൂപീകരിക്കും. Thus the king removed the Tory ministers from service and established the convention of one-party government or one-party cabinet or political homogeneity. അപ്പോൾ ഈ രാജാവിൻ്റെ ശത്രുക്കളായിരുന്നു പറയുന്നത് ഈ ടോറിസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ടോറിസിലെ മിനിസ്റ്റേഴ്സിനെ എന്ത് ചെയ്തു, രാജാവ് റിമൂവ് ചെയ്യുകയും അപ്പോൾ അതിനുശേഷം അവിടെ എന്ത് ചെയ്തു, ഒരു വൺ പാർട്ടി ഡോമിനേഷൻ എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ഈ ബ്രിട്ടനിൽ എന്ത് ചെയ്യുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യും. ദെൻ ദി ക്യാബിനറ്റ് വാസ് ആൻ അഡ്വൈസറി ബോഡി ഓഫ് ദി കിങ്. ഇപ്പോൾ ഈ ക്യാബിനറ്റ് എന്നുണ്ടായിരുന്നത് രാജാവിൻ്റെ ഒരു ഉപദേശക സമിതിയായിട്ടായിരുന്നു എന്താ ക്യാബിനറ്റ് വന്നിരുന്നത്. ബട്ട് ക്യൂൻ ആൻഡ് allowed the cabinet to take their own policies and programs and thus the cabinet became a policy making body. പക്ഷേ ആൻ രാജ്ഞിയുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, ഈ ക്യാബിനറ്റിന് സ്വന്തമായി തീരുമാനം എടുക്കുവാനുള്ള ഒരു അനുമതി ആര് നൽകി, ഈ രാജ്ഞി നൽകിയിരുന്നു. അപ്പോൾ അതിനുശേഷം ക്യാബിനറ്റ് എന്തായി മാറപ്പെടുന്നു, ഒരു പോളിസി ഡിസിഷൻ മേക്കിംഗ് ബോഡി ആയിട്ട് എന്ത് ചെയ്യുന്നു, മാറപ്പെടുന്നു. ദെൻ ദ കിങ് ഓഫ് ബ്രിട്ടൻ പ്രിസൈഡഡ് ഓവർ ദ ക്യാബിനറ്റ് മീറ്റിംഗ്സ്. അപ്പോൾ ഈ ക്യാബിനറ്റ് മീറ്റിങ്ങിനെ അഭിസംബോധന ചെയ്തിരുന്ന അല്ലെങ്കിൽ അധ്യക്ഷം വഹിച്ചിരുന്ന ആരായിരുന്നു, ബ്രിട്ടനിലെ രാജാവായിരുന്നു. വെൻ ജോർജ് ഫസ്റ്റ് വാസ് ദ കിങ് he failed to preside over the cabinet meetings and he appointed റോബർട്ട് വാൾപോൾ ആസ് ദ ചെയർമാൻ ഓഫ് ദി ക്യാബിനറ്റ്. എന്നാൽ ജോർജ് ഫസ്റ്റ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് എന്താ ചെയ്തു, ഈ ക്യാബിനറ്റിനെ പ്രിസൈഡ് ചെയ്യുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുകയും അന്ന് അദ്ദേഹം എന്ത് ചെയ്തു, റോബർട്ട് വാൾപോൾ അറിയാലോ ആരാണ് റോബർട്ട് വാൾപോൾ? ബ്രിട്ടനിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ആര്, റോബർട്ട് വാൾപോൾ. അപ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു, അപ്പോയിൻറ്റ് ചെയ്തിട്ട് ക്യാബിനറ്റിൻ്റെ ചെയർമാനാക്കി മാറ്റി. സിൻസ് ദെൻ അന്ന് മുതൽ ദ ലീഡർഷിപ്പ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ബ്രിട്ടൻ. അങ്ങനെയാണ് ബ്രിട്ടനിൽ എന്ത് വരുന്നത്, പ്രധാനമന്ത്രി എന്ന് പറയുന്ന പദവി ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഉണ്ടാകും. ഇപ്പോൾ ക്യാബിനറ്റിൻ്റെ ചെയർമാനായിട്ടാണ് എന്താ ജോർജ് ഫസ്റ്റ് ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, റോബർട്ട് വാൾപോളിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ബ്രിട്ടനിൽ എന്താണ് പാർലമെൻ്ററി സിസ്റ്റത്തിൽ ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നൊരു പൊസിഷൻ എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. In 1742, the first Prime Minister lost the support of Parliament and resigned his position. അങ്ങനെ 1742 ആദ്യത്തെ പ്രധാനമന്ത്രിയായ റോബർട്ട് വാൾപോളിന് പാർലമെൻറ്റ് സപ്പോർട്ട് എന്ത് ചെയ്ത് നഷ്ടമാവുകയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്യുന്നു. എത്ര നാൾ ഭരിച്ചു എന്തോ അതിനെക്കുറിച്ച് അറിയില്ല. സോ ഇറ്റ് വാസ് റോബർട്ട് വാൾപോൾ ഹു ഗേവ് ദ മോഡേൺ ഷേപ്പ് ഓഫ് ദി ക്യാബിനറ്റ് ദാറ്റ് വി സീ ടുഡേ. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു ക്യാബിനറ്റ് സിസ്റ്റം, ആധുനിക രീതിയിലുള്ള ക്യാബിനറ്റ് സമ്പ്രദായം ബ്രിട്ടനിൽ കൊണ്ടുവന്നത് ആരാണ്, റോബർട്ട് വാൾപോളാണ്. ദ പ്രൈം മിനിസ്റ്റർ എക്സസൈസ് ഇനഫ് ഫ്രീഡം ഇൻ ദ സെലക്ഷൻ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അലോക്കേഷൻ ഓഫ് പോളിസി. ഈ ക്യാബിനറ്റ് സിസ്റ്റത്തിനകത്ത്
പ്രധാനമന്ത്രിക്ക് എന്താണ് വളരെയധികം സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉപയോഗിക്കാം, മന്ത്രിമാരെ നിയമിക്കുന്നതിലും അവരുടെ വകുപ്പുകൾ എന്ത് ചെയ്യുന്നതിലും വിതരണം ചെയ്യുന്നതിലും. ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ലീഡർ ഓഫ് ദി ക്യാബിനറ്റ് ആൻഡ് ലീഡ്സ് ദ നേഷൻ. ഇപ്പം പ്രധാനമന്ത്രിയാണ് എന്താ ക്യാബിനറ്റിൻ്റെ നേതാവും, അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത് രാജാവിനെ രാഷ്ട്രത്തെ നയിക്കുകയും ചെയ്യുന്നത്. ദ കിങ് ലോസ്റ്റ് ഹിസ് അതോറിറ്റി ആൻഡ് ദ പ്രൈം മിനിസ്റ്റർ ആക്ട് ആസ് എ കണക്ട് ലിങ്ക് ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ക്യാബിനറ്റ്. ഈ ക്യാബിനറ്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ആയതോടുകൂടി രാജാവിനുള്ള അധികാരം എന്ത് ചെയ്യുന്നു, അവിടെ നഷ്ടമാവുകയും ക്യാബിനറ്റ് എന്ത് ചെയ്യപ്പെട്ടു, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡിയായിട്ട്, അല്ലെങ്കിൽ രാജാവിനെയും പിന്നെ പ്രൈം മിനിസ്റ്ററും കണക്ട് ചെയ്യുന്നൊരു ബോഡിയായിട്ട് ക്യാബിനറ്റ് എന്ത് ചെയ്യുന്നു, മാറപ്പെടുന്നു. സെവറൽ ഇനാക്ട്മെൻറ്റ് ഓഫ് ദ പാർലമെൻറ്റ് പ്രൊവൈഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു ദ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി. ഇപ്പോൾ പല ഈ പാർലമെൻറ്റിന് അതിൽ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്, അതിന് അധികാരം നടക്കുന്നതിന് വേണ്ടിയിട്ട് പല ഭരണഘടനാപരമായ മാറ്റങ്ങൾ എവിടെ കൊണ്ടുവന്നു, ബ്രിട്ടനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലസ് ദ ക്യാബിനറ്റ് ഓഫ് ബ്രിട്ടൻ ഡെവലപ്ഡ് ആസ് എ ഹിസ്റ്റോറിക്കൽ പ്രോസസ് ഓഫ് എവല്യൂഷൻ. അപ്പോൾ ചരിത്രപരമായ ഒരു പരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടനിൽ എന്ത് വരുന്നത്, ക്യാബിനറ്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ആവുന്നത്.